നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉത്സവ സീസണിൽ വിപണി ഇടപെടലുമായി സപ്ലൈകോ. സബ്സിഡി സാധനങ്ങളുടെ വില കുറച്ചു. തുവരപ്പരിപ്പ് മുതൽ വൻപയർ വരെ 5 ഇനങ്ങൾക്ക് വില കുറയും. താളം തെറ്റി പുനലൂർ കരുവാളൂരിലെ ഹോമിയോ ആശുപത്രി. മരുന്നുകൾ പോലും സൂക്ഷിക്കാനാവില്ല. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. മുത്തലാഖ് അവസാനിക്കുന്നില്ല. മലപ്പുറത്ത് വീണ്ടും ഫോണിലൂടെ മൊഴി ചൊല്ലി. പരാതിയുമായി 1.5 വർഷം മുൻപ് വിവാഹിതയായ 11 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മ. കൊണ്ടോട്ടി സ്വദേശി ബീരാൻകുട്ടിക്കെതിരെ പരാതി. അതാണ് ആ കുട്ടികളെ അല്ല കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു സംസാരിച്ചിട്ട് തെരുവ് മുഖേന എനിക്ക് തരാൻ എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും, അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ഞാൻ എന്റെ ഇതിന് സ്ഥലത്ത് നിൽക്കല്ല, ഇത് കുറെ കുട്ടി വിചാരിച്ച് നിൽക്കല്ല. കണ്ണൂർ മീൻകുന്നിൽ അമ്മയും മക്കളും മരിച്ച നിലയിൽ. ആത്മഹത്യയെന്ന സൂചന. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കിണറ്റിൽ. പാലക്കാട് നഗരസഭയിലെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS നേതാവിന്റെ പേര്. പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും. തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നഗരസഭ. വിശദമായി നോക്കാം. വിപണി ഇടപെടലിന്റെ ഭാഗമായി സബ്സിഡി സാധനങ്ങളുടെ വില കുറച്ച് സപ്ലൈകോ. 5 സബ്സിഡി ഇനങ്ങളുടെ വിലയാണ് കുറച്ചത്. തുവരപ്പരിപ്പ്, മുളക്, കടല, ഉഴുന്ന്, വൻപയർ എന്നിവയ്ക്കാണ് വില കുറച്ചത്. 4 മുതൽ 10 രൂപ വരെയാകും ഓരോ ഇനങ്ങൾക്കും വില കുറയുക. പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. അവശ്യ സാധനങ്ങളുടെ വില അടിക്കടി ഉയരുന്നതിനിടയിലാണ് സാധാരണക്കാർക്ക് ആശ്വാസമായി സപ്ലൈകോയുടെ വിപണി ഇടപെടൽ. തുവരപ്പരിപ്പിന്റെ വില 115-ൽ നിന്ന് 105-ആയും ഉഴുന്നിന്റെ വില 95-ൽ നിന്ന് 90-ആയും വൻകടലയുടെ വില 69-ൽ നിന്ന് 65-ആയും വൻപയറിന്റെ വില 79-ൽ നിന്ന് 75 രൂപയായും മുളക് 500 ഗ്രാമിന് 68.25 രൂപയിൽ നിന്ന് 57.75 രൂപയായും ആണ് കുറച്ചിരിക്കുന്നത്. ഉത്സവ സീസണുകളിൽ വിപണി വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ വിഷു ഈസ്റ്റർ ഫെയറുകളും ആരംഭിച്ചു. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഏപ്രിൽ 19 വരെയാണ് ഉത്സവകാല ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. പ്രതിമാസം 35 ലക്ഷത്തിലധികം ആളുകളാണ് നിലവിൽ സപ്ലൈകോ സ്ഥാപനങ്ങളുടെ ഉപഭോക്താക്കൾ. സംസ്ഥാനത്ത് പഞ്ചായത്തിൽ 1 എന്ന രീതിയിൽ ആരംഭിച്ച സപ്ലൈകോ മാവേലി സ്റ്റോറുകളും സൂപ്പർ മാർക്കറ്റുകളും ഇന്ന് ഒരു പഞ്ചായത്തിൽ 2ഉം 3ഉം ഔട്ട്ലെറ്റുകൾ എന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. സപ്ലൈകോയ്ക്ക് പുറമെ കൺസ്യൂമർ ഫെഡ്, മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിന് നടപടികൾ ഊർജിതമാക്കിയതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. പുനലൂർ കരുവാളൂരിലെ ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റി. മരുന്നുകൾ പോലും സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ അവസ്ഥ തുടങ്ങി മാസങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കരവാളൂർ സർക്കാർ ഹോമിയോ ആശുപത്രിയാണിത്. കെട്ടിടം കാട് മൂടിയിട്ട് കാലങ്ങളായി. പല ഭാഗങ്ങളും ചോർന്നൊലിക്കുന്നുണ്ട്. കോവിഡ് കാലത്തുൾപ്പെടെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തി പ്രശംസ പിടിച്ചുപറ്റിയ ആശുപത്രിയാണിത്. മരുന്നുകൾ സൂക്ഷിക്കുന്ന മുറിയിലെ ജനലുകൾക്ക് ഗ്ലാസ് ഇല്ല. കാർഡ്ബോർഡ് ഉപയോഗിച്ചാണ് മറച്ചിട്ടുള്ളത്. പരിശോധനാ മുറിയിലും സൗകര്യമില്ല. രോഗികൾക്കിരിക്കാൻ ബെഞ്ചോ കസേരയോ ഇല്ല. കെട്ടിടം നവീകരിക്കണമെന്ന ആവശ്യമുയർന്നിട്ട് ഏറെക്കാലമായി. ഇതിന്റെ അനുമതിക്ക് വേണ്ടി DPCക്ക് അംഗീകാരത്തിന് വേണ്ടി പോയിക്കാം. DPC അംഗീകാരം കിട്ടിയാലെന്താ? ഇതിന്റെ എസ്റ്റിമേറ്റ് എടുക്കണം, പൂർണ്ണ എസ്റ്റിമേറ്റ് എടുക്കണം. ആ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ 40 ലക്ഷം രൂപ കൊണ്ട് ഇത് മതിയാകില്ല. മെഡിസിൻ സൂക്ഷിക്കുന്നതിന് വേണ്ടി വേണം, രോഗികൾക്ക് ഇരിക്കുന്നതിന് ഹാള് വേണം, അകത്തും പുറത്തും ഓരോ ബാത്റൂം വേണം. ഇതിന്റെ വയറിങ്ങും പ്ലംബിങ്ങും ഫർണിഷിങ്ങും ഉൾപ്പെടെ നടത്തുമ്പം ഏതാണ്ട് 3/4 കോടി രൂപയോളം ചെലവാകും. അപ്പോൾ തന്നെ ഈ 49 ലക്ഷത്തിന് മതിയാകാതെ വരും. നിലവിൽ ഹോമിയോ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടവും സ്ഥലവും കല്ലട ഇറിഗേഷൻ പദ്ധതിയുടേതാണ്. പര്യാപ്തമല്ലാത്ത എസ്റ്റിമേറ്റ് തുകയും സർക്കാരിൽ നിന്ന് ഭരണാനുമതി ലഭിക്കാനുള്ള കാലതാമസവും മൂലം കെട്ടിട നിർമ്മാണം വൈകുമെന്നാണ് ആശങ്ക. ദീർഘവീക്ഷണമില്ലാത്തതാണ് കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ന്യൂസ് 18 പുനലൂർ. മലപ്പുറം വേങ്ങേരിയിൽ യുവതിയെ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. 1.5 വർഷം മുൻപ് വിവാഹിതയായ 11 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയെയാണ് ഭർത്താവ് കൊണ്ടോട്ടി സ്വദേശി ബീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത്. ഫോണിൽ മുത്തലാഖ് ചൊല്ലുന്ന സംഭാഷണം ന്യൂസ് 18 ലഭിച്ചു. മുഖേന ഞാൻ എന്റെ മോളെ 1, 2, 3 ചൊല്ലിയത്. തീർത്തോ? കാരണം ഒപ്പിടാൻ ഒപ്പിട്ട് തരാം. തീർത്തു പോ.
അതാ ആൺകുട്ടികൾ അല്ല കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു സംസാരിച്ചിട്ട് തെളിവ് മുഖേന എനിക്ക് തരാനുള്ള എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും, അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ഞാൻ എന്റെ ഇതിന് സ്ഥലത്ത് നിൽക്കല്ല, ഇത് കുറെ കുട്ടി വിചാരിച്ച് നിൽക്കല്ല. മുത്തലാഖ് ചൊല്ലുന്നത് നിയമവിരുദ്ധമെങ്കിലും ഇപ്പോഴും ഈ പ്രവൃത്തി തുടരുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ശബ്ദരേഖ. വേങ്ങര സ്വദേശിനിയായ 21-കാരി 2023 ജൂലൈയിലാണ് വിവാഹിതയായത്. ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞത് കേവലം 40 ദിവസം മാത്രം. സ്വർണം കുറഞ്ഞെന്നും സൗന്ദര്യം ഇല്ലെന്നും പറഞ്ഞ് നിരന്തര മാനസിക ശാരീരിക പീഡനങ്ങൾ. ഒടുവിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കി. പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോഴോ പ്രസവിച്ചപ്പോഴോ ഭർത്താവോ ഭർത്തൃവീട്ടുകാരോ തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ കഴിഞ്ഞ മാസം ഫോൺ വഴി മുത്തലാഖും ചൊല്ലി. ഇത് മുത്തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞത് രാത്രി ഒരു 10 ഒക്കെ ആയ സമയത്താണ് ഉപ്പാനോട് വിളിച്ചിട്ട് പറഞ്ഞത്. ഉപ്പാനെ കുറെ വഴക്ക് പറഞ്ഞു, നിങ്ങളെ കുഞ്ഞിന് അസുഖമുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ കുറെ വഴക്ക് പറഞ്ഞതിന്റെ ശേഷമാണ് ഉപ്പാനോട് പറഞ്ഞത് 1, 2, 3 ഞാൻ ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്വർണത്തിന്റെ പേരും പറഞ്ഞിട്ടും സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞിട്ടൊക്കെയാണ് അവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവര് കുഞ്ഞിന്റെ വാപ്പാനെ പറ്റി പറയണേ അവർ അത്രയും ക്രൂരമായിട്ടായിരുന്നു നമ്മളോടൊക്കെ പെരുമാറിയത്. 30 പവനോളം സ്വർണം കൊടുത്തായിരുന്നു വിവാഹം. ഇത് തിരിച്ചു നൽകാൻ തയ്യാറാകുന്നില്ലെന്നും പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നു. ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞ അവർക്ക് ഒഴിവാക്കണം, അതായത് സൗന്ദര്യത്തിന്റെ നമുക്ക് തോന്നിയത് അങ്ങനെയാണ്. പക്ഷെ അവർ ഒന്നും തുറന്നു വിട്ടു പറയുന്നില്ല. എന്റെ മകൾക്ക് അങ്ങനെ അസുഖമാണെന്ന് പോലും പറയുമ്പോ ഏതൊരു മനുഷ്യരാണെങ്കിലും നമ്മൾ എന്താ ചെയ്യല്, നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താ അസുഖമല്ലേ ഇവിടുന്ന് മാറ്റാൻ പറ്റുന്ന അസുഖമാണെങ്കിൽ മാറ്റുക, അങ്ങനെയുള്ളത്. ഇവര് നമ്മൾ പറയുന്നത് എന്താണ്, മാരകമായ അസുഖമാണ്. പിന്നെ എങ്ങനെ ഈ മാരകമായ അസുഖം എന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മളൊരു മാനപ്പെടുത്തിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ മോശപ്പെടുത്തുന്ന ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. സംഭവത്തിൽ വനിതാ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. ന്യൂസ് 18 മലപ്പുറം. തൃശൂർ മാള കോഴൂരിൽ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ലൈംഗിക പീഡനം ചെറുത്ത കുട്ടിയെ കുളത്തിലെറിഞ്ഞ് കൊന്നുവെന്നാണ് അയൽവാസിയായ പ്രതി ജോജോയുടെ മൊഴി. ജോജോയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ വലിയ ജനരോഷമാണ് ഉയർന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന 6 വയസ്സുകാരനെ കാണാതായത്. തുടർന്ന് പോലീസും നാട്ടുകാരും വ്യാപക തെരച്ചിൽ നടത്തി. തെരച്ചിലിൽ നാട്ടുകാർക്കൊപ്പം അയൽവാസിയായ ജോജുവും ഉണ്ടായിരുന്നു. ഇയാൾക്കൊപ്പം കുട്ടി പോകുന്ന CCTV ദൃശ്യമാണ് നിർണായകമായത്. തുടക്കം മുതൽ ഇയാളുടെ നീക്കങ്ങളിൽ ദുരൂഹത തോന്നിയ നാട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൊലപാതക വിവരം പുറത്തുവന്നത്. കുളത്തിൽ വീഴുന്നത് കണ്ടു എന്നായിരുന്നു ആദ്യത്തെ മൊഴി. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മുക്കിക്കൊന്നതായി സമ്മതിച്ചു. രാത്രി 9 മണിയോടെ മൃതദേഹം കണ്ടെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ ക്രൂര പീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാനുള്ള ശ്രമം ചെറുത്തതാണ് കൊലപാതകത്തിനുള്ള കാരണം. അമ്മയോട് പറഞ്ഞുകൊടുക്കുമെന്ന് കുട്ടി പറഞ്ഞതോടെ കുളത്തിൽ മുക്കിക്കൊന്നതായാണ് പ്രതിയുടെ മൊഴി. 2 തവണ കുട്ടി കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നുവെങ്കിലും പ്രതി വീണ്ടും കുളത്തിലെ ചെളിയുള്ള ഭാഗത്തേക്ക് തള്ളിയിടുകയായിരുന്നു. പ്രതിക്കെതിരെ കൊലപാതകം, പോക്സോ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി. ന്യൂസ് 18 തൃശൂർ. കണ്ണൂർ മീൻകുന്നിൽ അമ്മയെയും മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. മരിച്ചത് മീൻകുന്ന് സ്വദേശികളായ ഭാമ, മക്കളായ 14-കാരൻ ശിവനന്ദ്, 11-കാരൻ അശ്വന്ത് എന്നിവർ. രാവിലെ മുതൽ ഇവരെ കാണാനില്ലായിരുന്നു. പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പാലക്കാട് നഗരസഭയിലെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപക നേതാവിന്റെ പേരിട്ടതിനെതിരെ പ്രതിഷേധം. തറക്കല്ലിടൽ ചടങ്ങിലേക്ക് പ്രതിഷേധവുമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശിലാഫലകം തകർത്തപ്പോൾ വാഴ നട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഭിന്നശേഷിക്കാർക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിനാണ് നഗരസഭാ ഹെഡ് ഗവാറിന്റെ പേര് നൽകിയത്. രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും രാജ്യത്തിന്റെ ചരിത്രത്തെ തന്നെ വളച്ചൊടിക്കാനാണ് BJP ശ്രമമെന്നും ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രതിഷേധം. കൗൺസിലിന്റെ അനുമതിയില്ലാതെയാണ് നഗരസഭയുടെ നടപടിയെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. നഗരസഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തറക്കല്ലിടാൻ കുഴിച്ച കുഴിയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. സ്ഥലത്ത് സംഘടിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശിലാഫലകം തകർത്തു. കേരളം
ഒരു പ്രസക്തിയുമില്ലാത്ത, രാജ്യത്തിന്റെ ചരിത്രത്തിൽ എവിടെയുമില്ലാത്ത ഒറ്റുകാരുടെ സംഘത്തിന്റെ ജന്മം നൽകിയ ഈ ഹെഡ്ഗവാറിന് നാമധേയം ഇവിടെ നൽകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെതിരായിട്ടാണ് ഈ പ്രതിഷേധം, ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. എന്നാൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നായിരുന്നു നഗരസഭ. ഭൗതിക ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്ക് അവരുടെ ഭാവി ജീവിതത്തിന് ഉപകാരമാവുന്ന ഒരു നൈപുണ്യ വികസന കേന്ദ്രം വരുന്ന സമയത്ത് ഒരു പേരിൽ പ്രതിഷേധിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ രാഷ്ട്രീയമാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം ഉദ്ഘാടന ചടങ്ങ് നടന്നു. നഗരസഭ തീരുമാനത്തിനെതിരെ പ്രതിഷേധം തുടരാനാണ് UDF തീരുമാനം. ഇതിനെതിരെ പ്രതിരോധിക്കുമെന്നല്ല, ഈ സംരംഭത്തെ പ്രതിരോധിക്കുമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇങ്ങനൊരു സ്ഥാപനം, ഹെഡ്ഗേവാറിന്റെ പേരിൽ ഇങ്ങനൊരു സ്ഥാപനം പാലക്കാട് ഉയരില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന തരത്തിലുള്ള പ്രതിരോധങ്ങളല്ല, പ്രതിഷേധങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. നടത്തില്ല. നഗരസഭാ കാര്യാലയത്തിലേക്ക് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ന്യൂസ് 18 പാലക്കാട്. ലോക പ്രശസ്ത ചിത്രകാരൻ A. രാമചന്ദ്രന്റെ പേരിലുള്ള ആർട്ട് ഗാലറി 6 മാസത്തിനകം പൂർത്തിയാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ലോകോത്തര നിലവാരത്തിൽ നിർമ്മിക്കുന്ന ആർട്ട് ഗാലറിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലായിരുന്നു ആർട്ട് ഗാലറി നിർമ്മിക്കുന്നത്. A. രാമചന്ദ്രന്റെ 300 കോടിയോളം വിലമതിപ്പുള്ള 48 ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയിൽ സ്ഥാപിക്കുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ലളിതകലാ അക്കാദമിക്കാണ് ആർട്ട് ഗാലറിയുടെ നടത്തിപ്പ് ചുമതല. ആകെ 2 കോടി രൂപയാണ് ഇന്റീരിയർ ജോലികൾക്കായി ചെലവിടുന്നത്. ഇതിൽ സർക്കാർ 1 കോടി രൂപയും A. രാമചന്ദ്രന്റെ കുടുംബം 1 കോടി രൂപയും ചെലവിടും. വർത്തമാനകാലത്ത് കേരളത്തിന്റെ യശസ് ആഗോളതലത്തിൽ ഉയർത്തിയ കലാകാരനായിരുന്നു A. രാമചന്ദ്രൻ എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ശില്പി, സംഗീതജ്ഞൻ, സാഹിത്യകാരൻ എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തെ പത്മഭൂഷൺ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. A. രാമചന്ദ്രൻ ആർട്ട് ഗാലറി കൊല്ലത്തെ ലോക ടൂറിസം മാപ്പിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ M. മുകേഷ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ N. ദേവിദാസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ന്യൂസ് 18 കൊല്ലം. ആറ്റിങ്ങലിൽ സ്കൂട്ടറിനുള്ളിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. അഴൂർ സ്വദേശി ശ്യാമിന്റെ ആക്ടിവ സ്കൂട്ടറിൽ നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ഓഫീസിന് വശത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്താണ് ശ്യാം സ്കൂട്ടർ വെച്ചിരുന്നത്. ഇതിന് സമീപം കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് സ്കൂട്ടറിലേക്ക് പാമ്പ് കയറിപ്പോകുന്നത് കണ്ടത്. ഇന്നലെ വൈകിട്ടോടെ സ്കൂട്ടർ എടുക്കാൻ എത്തിയപ്പോഴാണ് സ്കൂട്ടറിനുള്ളിൽ പാമ്പ് കയറിപ്പോയ വിവരം തൊഴിലാളികൾ ശ്യാമിനെ അറിയിച്ചത്. ശ്യാമും തൊഴിലാളികളും ചേർന്ന് പാമ്പിനെ പുറത്തേക്കിറക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് വാമനപുരം സ്വദേശിയായ പാമ്പ് പിടുത്തക്കാരൻ രാജേഷിനെ വിളിച്ചു വരുത്തി മെക്കാനിക്കിന്റെ സഹായത്തോടെ സ്കൂട്ടറിന്റെ ഭാഗങ്ങൾ അഴിച്ചുമാറ്റി പാമ്പിനെ പുറത്തെടുക്കുകയായിരുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. വിഷു അടുത്തതോടെ സജീവമാണ് വടക്കേ മലബാറിലെ പടക്ക വിപണി. വിഷു കളറാക്കാൻ സ്പെഷ്യൽ പടക്കങ്ങളുടെ വലിയ ശേഖരം തന്നെയുണ്ട് ഇത്തവണയും. ചൈനീസ് മുതൽ നാടൻ പടക്കം വരെ കണ്ണൂരിന്റെ തെരുവോരങ്ങൾ കീഴടക്കുകയാണ് പടക്ക വിപണി. പതിവ് പോലെ ചൈനീസ് പടക്കങ്ങൾക്കാണ് ഇക്കുറിയും ആവശ്യക്കാരേറെ. ഇതിനൊപ്പം കുട്ടികളെ ആകർഷിക്കാൻ വ്യത്യസ്ത ഇനങ്ങൾ വേറെയും. ഫ്ലവർ പോട്ട്, ടിപ്പി ടിപ്പി, കിഡ് കിഡി എന്നിവയാണ് ഇത്തവണത്തെ താരങ്ങൾ. വിലയിൽ മുൻ വർഷത്തേക്കാൾ വലിയ വർധനയുമില്ല. പടക്ക വിപണി സാധാരണ ഇപ്പോൾ 2 വർഷമായിട്ട് കുറച്ച് മന്ദഗതിയാണ്. പക്ഷേ ഓൺലൈൻ വ്യാപാരം വളരെ സത്യമായിട്ട് എല്ലാ ഷോപ്പുകാരെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള കച്ചവടം ഉണ്ടായാലും, പക്ഷേ എന്നാലും നമ്മളെ വില നിലവാര പട്ടിക എന്ന് പറയുമ്പോൾ 2-3 വർഷമായിട്ട് ഒറ്റ വില നിലവാരത്തിൽ തന്നെ പോകുന്നു. അപ്പോൾ അതിൽ വില കൂട്ടലോ കുറക്കലോ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ എന്നാലും സാധാരണ അപേക്ഷിച്ചിട്ട് കച്ചവടം വളരെ കുറവ് തന്നെയാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ട പൂത്തിരിയുടെയും കമ്പിത്തിരിയുടെയും വിവിധ ഇനങ്ങൾ വിപണിയിലുണ്ട്. ഒപ്പം മാലപ്പടക്കം, ചക്രം തുടങ്ങിയ പതിവ് താരങ്ങളും. എന്നാൽ ഓൺലൈൻ വഴിയുള്ള പടക്ക വിൽപ്പന പ്രതിസന്ധിയിലാക്കുന്നതായി കച്ചവടക്കാർ പറയുന്നു. ഓൺലൈൻ വിപണി കൂടുതൽ തന്നെ കാരണം കഴിഞ്ഞ വർഷത്തിന് അപേക്ഷിച്ച് അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം കൂടുതലായിട്ട് ഓൺലൈൻ വിപണി ഇറങ്ങിയിട്ടുള്ളത്. കാരണം അതുകൊണ്ട് തന്നെ കച്ചവടത്തിൻ്റെ ആ ഒരു മന്ദഗതി കാണുന്നത്. സാധാരണ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആൾക്കാരെല്ലാം വരുന്ന ദിവസമാണ്. അതിന് പൊതുവെ ആ ഒരു ഓൺലൈൻ ശരിക്കും മാർക്കറ്റിനെ നമ്മളെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. വിഷു അടുക്കുന്നതോടെ പടക്ക കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ന്യൂസ് 18 കണ്ണൂർ. പരമ്പരാഗത തബലകൾ വേദി കീഴടക്കിയ കാലത്ത് ഫൈബറിൽ ശാസ്ത്രീയമായി തബല നിർമ്മിച്ചിരിക്കുകയാണ് MG സർവകലാശാലയിലെ ഗവേഷക രത്നശ്രീ.
ഭാരക്കുറവുണ്ടെന്നത് കൂടാതെ ഏറെക്കാലം നിലനിൽക്കും എന്നതും പുതിയ തബലയുടെ സവിശേഷതയാണ്. തബലയുടെ ഗുണമേന്മ പരിശോധിച്ചുകൊണ്ട് പേറ്റന്റ് തന്നെ സ്വന്തമാക്കിയാണ് പുതിയ നേട്ടം. തടിവള്ളങ്ങൾക്ക് പകരം ഫൈബർ വള്ളം ഉണ്ടാക്കിയതുപോലെ ഒരു മാറ്റം പെട്ടെന്ന് അങ്ങനെ ആർക്കും തോന്നാം. പക്ഷേ തബലയുടെ കാര്യത്തിൽ ഇതത്ര നിസ്സാരമല്ല. ഫൈബർ കൊണ്ട് ഒരു നിർമ്മിതി ഉണ്ടാക്കുക മാത്രമല്ല, ശബ്ദവും നിലനിർത്തണം. ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെയാണ് MG സർവകലാശാലയിലെ ഗവേഷക R. രത്നശ്രീ വിജയം കൈവരിച്ചത്. അങ്ങനെ പേറ്റന്റും സ്വന്തമാക്കി. ശരിക്കും അങ്ങനെ ഒരു ചിന്തയിലല്ല തുടങ്ങിയത്. നമ്മൾ ഇതിൻ്റെ ഒരു മെറ്റീരിയലിനെ കുറിച്ചുള്ള സ്റ്റഡീസിലാണ് വന്നത്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ഇത്രയധികം വെയിറ്റ് എടുത്തുകൊണ്ട് പോകുന്നുള്ള വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഫിംഗേഴ്സിനും ഷോൾഡേഴ്സിനും ഒക്കെ പെയിനൊക്കെ വരും. കുറച്ച് വർഷം നമ്മൾ എടുത്തിട്ട് പോകുമ്പോൾ അങ്ങനെ ഇത്ര ഹെവി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ്. അതുകൊണ്ടാണ് വെയിറ്റ് എങ്ങനെ കുറയ്ക്കുക. അപ്പോൾ ഫൈബർ ആകുമ്പോൾ വെയിറ്റ് താരതമ്യേന വളരെ കുറയുന്നുണ്ട്. ഒരു 3-4 കിലോളം വ്യത്യാസം വരുന്നുണ്ട് ഫൈബറിൻ്റെ തബലയ്ക്ക്. അതുപോലെ തന്നെ എന്നാൽ സൗണ്ട് ക്വാളിറ്റിയിൽ അങ്ങനെ വ്യത്യാസം വരുന്നില്ല. നമ്മൾ സയൻറ്റിഫിക്കായിട്ട് അത് എടുത്തിട്ടുണ്ട്. പലരും ധരിച്ചിരിക്കുന്ന ഫൈബർ ആണെങ്കിൽ ക്വാളിറ്റി ഒത്തിരി വ്യത്യാസം അതിൻ്റെ അല്ല, ശരിക്കും അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സിലാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് ശരിക്കും. പിന്നെ ലെതർ മേക്കിംഗ് പ്രോസസ്സിലും ഒത്തിരി അതിൻ്റെ ക്വാളിറ്റി നിർണ്ണയിച്ചാണ് വരുന്നത്. ഫൈബർ ഏറിയ പങ്കും ഉപയോഗിക്കുന്ന തബലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഭാരം പകുതിയാണ്. ഈർപ്പം പിടിക്കാത്തത് കൊണ്ട് തന്നെ ഏറെക്കാലം നിലനിൽക്കും. ഫൈബറിൻ്റെ ഡോറുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളെ പോയി സമീപിച്ചു. അപ്പോൾ ഒരു തബല, എൻ്റെ ആദ്യ ഗുരുനാഥൻ തബല മേക്കറായിരുന്നു. അപ്പോൾ ആദ്യ ഗുരുനാഥനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള വേറൊരു തബല മേക്കറുണ്ട്, ശ്രീ രാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവുമായി ചേർന്ന് സംസാരിച്ച് ഈ ഫൈബർ വർക്ക് ചെയ്യുന്ന ആളെ പോയി കണ്ട് നമ്മളിതിൻ്റെ അളവുകളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവിടെ നിന്ന് തന്നെ ചെയ്യിച്ച് എടുത്തതാണ് ഈ ഫൈബറിൻ്റെ തബല. ഗൈഡ് ഡോക്ടർ K. ജയചന്ദ്രനും MG സർവകലാശാലയിലെ വിവിധ ശാസ്ത്ര വകുപ്പുകളും രത്നശ്രീക്ക് പിന്തുണയുമായി ഉണ്ടായിരുന്നു. വനിതാ തബല വാദക എന്ന നിലയിൽ ഇതിനകം പ്രശസ്തയാണ് രത്നശ്രീ. 2018 സംഗീത നാടക അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട്. G. ശ്രീജിത്ത്, News 18 കോട്ടയം. വർക്കല സാഹസിക കായിക വിനോദ പ്രേമികൾക്ക് ആവേശമായി അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വർക്കലയിൽ തുടക്കമായി. ഇന്ത്യക്കകത്തും പുറത്തു നിന്നുമായി 70 അത്ലറ്റുകൾ പങ്കെടുക്കും. സർഫിംഗ് കായിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേരളത്തെ ഇന്ത്യയിലെ പ്രധാന സർഫ് കേന്ദ്രമാക്കുന്നതിനും ലക്ഷ്യമിട്ട് കേരള ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ ഏപ്രിൽ 10 മുതൽ 13 വരെയാണ് വർക്കല, ഇടവക, വെറ്റക്കട ബീച്ചുകളിൽ നടക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തു നിന്നുമായി 70 അത്ലറ്റുകൾ പങ്കെടുക്കും. ഏപ്രിൽ 11 മുതൽ 13 വരെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് മത്സരങ്ങൾ നടത്തുന്നത്. വിജയികൾക്ക് 2 ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കും. സർഫിംഗ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വി ജോയി MLA അധ്യക്ഷത വഹിച്ചു. News 18 വർക്കല. യുവജനങ്ങൾക്കിടയിൽ ലഹരി മരുന്നുകളുടെ കടന്നുവരവ് വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ക്രിക്കറ്റ് എന്നത് ലഹരിയാക്കി മാറ്റി ആരോഗ്യമുള്ള ഒരു യുവതലമുറ സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു കൂട്ടം യുവാക്കൾ. സ്കൂൾ തലം മുതൽ കായിക രംഗത്തേക്ക് വിദ്യാർത്ഥികളെ എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്തിന് ശേഷം ക്രിക്കറ്റ് പിച്ചുകളും കളിസ്ഥലങ്ങളും മൊബൈൽ സ്ക്രീനിൽ ഒതുങ്ങുന്ന സാഹചര്യം ഉടലെടുത്തോടെ ഇതിനൊരു പരിഹാരം എന്നോണമാണ് വിദ്യാർത്ഥികൾക്ക് ക്രിക്കറ്റ് പരിശീലനം ആരംഭിക്കുന്നത്. ഗ്രാമങ്ങളിലെ സർക്കാർ, അർദ്ധ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്രിക്കറ്റ് എന്ന ഗ്ലാമർ കായിക വിനോദം പലപ്പോഴും കയ്യെത്തും ദൂരത്താണ്. ഈ സാഹചര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയാണ് കാട്ടാക്കട അന്തിയൂർക്കോണം സ്വദേശിയായ സോനു എസ് പോൾ എന്ന യുവാവ് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ക്രിക്കറ്റ് പരിശീലനത്തിനായി ഇറങ്ങിയത്. നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവരിൽ പ്രൊഫഷണൽ ക്രിക്കറ്റിൻ്റെ സാധ്യത എത്തിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ ഈ ഒരു പരിശ്രമം ഞാൻ ആരംഭിച്ചത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പരിശീലന കേന്ദ്രത്തിൽ ഏകദേശം 100ഓളം കുട്ടികൾ, തികച്ചും സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ക്രിക്കറ്റ് പരിശീലനം നടത്തുന്നത്. ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ വിജയ് മർച്ചൻ്റ് ട്രോഫി ക്യാമ്പ് വരെ എത്തിയിട്ടുള്ള കുട്ടികളും കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള വനിതാ വിഭാഗത്തിലും ആൺകുട്ടികളുടെ വിഭാഗത്തിലും കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള
കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ക്രിക്കറ്റ് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് കണ്ടെത്തിയ ശേഷം ഇവരുടെ കഴിവിനാവശ്യമായ പരിശീലനങ്ങൾ നൽകി ഉപജില്ലാ, ജില്ലാ തലങ്ങളിൽ മത്സരങ്ങൾക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിലേക്കായി ക്രിക്കറ്റ് അസോസിയേഷനുകളുടെ പിന്തുണയും ഉറപ്പുവരുത്തും. സാധാരണക്കാരുടെ മക്കൾക്കുൾപ്പെടെ സാമ്പത്തികവും സാഹചര്യവും ഇല്ല എന്ന കാരണത്താൽ ക്രിക്കറ്റ് പരിശീലനം മന്യമാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് സോനുവിന്റെ നേതൃത്വത്തിലെ ഒരു കൂട്ടം യുവാക്കളുടെ ഈ ശ്രമം. ആഴ്ചയിൽ ഒരു ദിവസം രക്ഷിതാക്കളുടെ സഹായത്തോടെ വാടകയ്ക്കെടുത്തോ അല്ലാതെയോ ഒരുക്കി നൽകുന്ന ഇടത്താണ് പരിശീലനങ്ങൾ നടക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഗോത്രവിഭാഗങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകളിൽ ഒന്നായ കണ്ണാടിപ്പായയുടെ നിർമ്മാണവും പരിശീലനവും ഇടുക്കി വെൺമണിയിൽ തുടങ്ങി. വെൺമണി ഉണർവ് പട്ടികവർഗ വിവിധോദ്ദേശ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കണ്ണാടിപ്പായ നിർമ്മാണ പരിശീലന പരിപാടികൾ നടന്നുവരുന്നത്. പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രധാന കൈത്തൊഴിലുകളിലൊന്നാണ് പനമ്പ് പായ നിർമ്മാണം. ഇവയിൽ പ്രധാനപ്പെട്ടത് കണ്ണാടിപ്പായയുടെ നിർമ്മാണമാണ്. മാസങ്ങളോളം തുടർച്ചയായി പണിയെടുത്താൽ മാത്രമേ കണ്ണാടിപ്പായ നിർമ്മിക്കാനാകൂ. വെൺമണി, പാലപ്ലാവ്, അംബേദ്കർ കോളനിയിൽ പ്രവർത്തിക്കുന്ന ഉണർവ് പട്ടികവർഗ വിവിധോദ്ദേശ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കണ്ണാടിപ്പായയുടെ നിർമ്മാണത്തിൽ പരിശീലനം നടന്നുവരികയാണ്. ഈ ഒരു തൊഴിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ കാലത്ത് അവർക്ക് വനത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു മാന്ത്രിക ശക്തിയിൽ നിന്നാണ് ഈ തൊഴിൽ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അത് വരും തലമുറകൾക്ക് കൈമാറി പോന്നിരിക്കുന്നതാണ്. ഇന്നത്തെ തലമുറയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തലമുറകൾക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് പിതാക്കന്മാരായിരിക്കുന്നതായ ഏതാണ്ട് 4, 5, 6 പേരുടെ നേതൃത്വത്തിൽ അവരുടെ ആയിട്ടുള്ള തലമുറകളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിശീലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉന്നത ഗുണനിലവാരമുള്ള ഞൂഞ്ഞിൽ, മോങ്കി എന്നീ ഇനത്തിൽപ്പെട്ട ഈറ്റയും മുളകളുമാണ് കണ്ണാടിപ്പായ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. വനത്തിൽ നിന്നും ശേഖരിക്കുന്ന ഇവ നെയ്ത്തിനായി പാകപ്പെടുത്തുവാനും ദിവസങ്ങൾ വേണം. വനവാസികളായ പട്ടികവർഗ വിഭാഗങ്ങളുടെ പാരമ്പര്യ തൊഴിലാണെങ്കിലും പുതുതലമുറയിൽപ്പെട്ടവർക്ക് കണ്ണാടിപ്പായ നിർമ്മാണം അത്ര പരിചിതമല്ല. അതിനാൽ തന്നെ പ്രായമേറിയവരും വയോധികരുമൊക്കെയാണ് മറ്റുള്ളവർക്ക് പരിശീലനം നൽകുന്നത്. കണ്ണാടിപ്പായയ്ക്ക് അടുത്തിടെ ഭൗമസൂചിക പദവിയും ലഭിച്ചിരുന്നു. ഇതോടെ കേരളത്തിന് പുറത്തേക്കും കണ്ണാടിപ്പായയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ കുടിയിലെ 15 പേരാണ് ഇപ്പോൾ പരിശീലനം നേടുന്നത്. തലമുറകളുടെ മാറ്റത്തിൽ അന്യം നിന്നു പോയ ഒരു പാരമ്പര്യ തൊഴിലിന്റെ പുനരുജ്ജീവനമാണ് കണ്ണാടിപ്പായ നിർമ്മാണത്തിലൂടെ ഇടുക്കി വെൺമണി ഉണർവ് പട്ടികവർഗ സഹകരണ സംഘം ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 ഇടുക്കി. വീട്ടിലൊരു മൃഗശാല ഒരുക്കിയിരിക്കുകയാണ് പത്തനംതിട്ട തട്ടയിലുള്ള ചിക്കുനന്ദന്റെയും കുടുംബവും. ഒട്ടകം മുതൽ ഒട്ടകപ്പക്ഷി വരെ ഇവിടെയുണ്ട്. ഇവരിൽ പലരും സിനിമാ താരങ്ങളാണെന്നതാണ് മറ്റൊരു പ്രത്യേകത. ചെറുപ്പം മുതൽ മൃഗങ്ങളോടുള്ള ഇഷ്ടമാണ് സ്വന്തമായി വീട്ടിൽ തന്നെ ഒരു ഫാം തുടങ്ങാൻ ചിക്കുനന്ദനെ പ്രേരിപ്പിച്ചത്. നാടൻ പക്ഷികൾ മുതൽ ലക്ഷങ്ങൾ വില വരുന്ന വിദേശ ഇന മൃഗങ്ങൾ വരെ ഇവിടെയുണ്ട്. ചിക്കുനന്ദനെയും ഭാര്യ ഷീജയുമാണ് ഇവയെ പരിപാലിക്കുന്നത്. വീടിനോട് ചേർന്ന പറമ്പിൽ തന്നെ ഇവയ്ക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുതിരവണ്ടി ആദ്യമായിട്ട് സ്വന്തമാക്കി. ആ കുതിരവണ്ടിയിൽ നിന്നായിരുന്നു എൻ്റെ പിന്നീടുള്ള മുമ്പോട്ടുള്ള ഉയർച്ചയല്ല. അപ്പോൾ ആ കുതിരവണ്ടിയിൽ നിന്ന് പിന്നെ പിതുക്കെ ഒരു പോണി കുതിരയെ വാങ്ങിച്ചു, പിന്നെ ബാക്കിയുള്ള കുതിരകളെ വാങ്ങിച്ചു. അങ്ങനെ പിതുക്കെ ഓരോ ആനിമൽസിനെ നമ്മളിവിടെ കളക്ട് ചെയ്തു. ഇപ്പം ഒരു മൃഗശാല രീതിയിൽ ആക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ഒരു മൃഗശാല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെയുള്ള മിക്ക മൃഗങ്ങളും പക്ഷികളും സിനിമാ താരങ്ങളുമാണ്. മമ്മൂട്ടി ചിത്രമായ ടർബോയിലും ദുൽഖർ ചിത്രമായ ചാർലിയിലും ബാഹുബലിയിലും അഭിനയിച്ച കുതിരകളും പഞ്ചവർണ്ണ തത്തയിലെ കഴുതയും തുടങ്ങി ഭ്രമയുഗത്തിലെ പാരറ്റ് വരെ ഇവിടെയുണ്ട്. ഫാമിനൊപ്പം ഒരു മ്യൂസിയവും കാഴ്ചക്കാർക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഫാമിലെ ക്രമീകരണങ്ങൾ വിപുലീകരിക്കുന്ന തിരക്കിലാണിവർ. മൃഗങ്ങളെ കാണാനും അടുത്തറിയാനുമായി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. വേമ്പനാട്ടുകായലിലെ 7 കിലോമീറ്റർ ദൂരം കൈകൾ ബന്ധിച്ച് നീന്താനൊരുങ്ങി വാരപ്പെട്ടി സ്വദേശിയായ 1ാം ക്ലാസ്സുകാരൻ. വാരപ്പെട്ടി ഇളങ്ങവനം ശ്രീജ ഭവനിലെ ശ്രീജിത്ത് രഞ്ജുഷ ദമ്പതികളുടെ മകൻ ശ്രാവൺ എസ് നായരാണ് ഏപ്രിൽ 12-ന് കായൽ നീന്തിക്കടക്കാൻ ഒരുങ്ങുന്നത്. ആലപ്പുഴ ചേർത്തല അമ്പലക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ച് വരെയുള്ള ഏകദേശം 7 കിലോമീറ്റർ ദൂരമാണ് ശ്രാവൺ കൈകൾ ബന്ധിച്ച് നീന്താൻ ശ്രമിക്കുന്നത്. ആഴമേറിയ വേമ്പനാട്ടുകായൽ നീന്തിക്കടക്കുക എന്ന അതിസാഹസികമായ ഈ ഉദ്യമത്തിലൂടെ രണ്ടാമതും വേൾഡ് വൈഡ് ഓഫ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ് ഈ കൊച്ചുമിടുക്കൻ. 2024 ഫെബ്രുവരി 28-ാം തീയതി അത് കഴിഞ്ഞ് അവൻ ഫ്രീ സ്റ്റൈൽ ആയിട്ടുള്ള നീന്തൽ നീന്തിയായിരുന്നു 7 കിലോമീറ്റർ വേമ്പനാട്ടുകായല്. അതാണ് അവന്റെ ഫസ്റ്റ് വേൾഡ് റെക്കോർഡ്. ഇതിപ്പം കൈകൾ ബന്ധിച്ച് 7 കിലോമീറ്റർ ദൂരം
നീന്താൻ പോവാണ് ഈ വരുന്ന ഏപ്രിൽ 12-ാം തീയതി. വെറും 6 വയസ്സുള്ള ശ്രാവണിനെ ഈ ഉദ്യമത്തിന് പരിശീലനം നൽകുന്നത് ഡോൾഫിൻ അക്വാറ്റിക് ക്ലബിന്റെ കോച്ചായ ബിജു തങ്കപ്പനാണ്. കോതമംഗലം കനേഡിയൻ സെൻട്രൽ സ്കൂൾ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രാവൺ വളരെ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറ്റിലാണ് പരിശീലനം പൂർത്തിയാക്കിയത്. വേമ്പനാട്ട് കായലിന്റെ ഏറ്റവും വീതിയേറിയ ഭാഗത്താണ് ശ്രാവൺ നീന്താൻ ശ്രമിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു 6 വയസ്സുകാരൻ 7 കിലോമീറ്റർ കായൽ ദൂരം കൈകൾ ബന്ധിച്ച് നീന്തി റെക്കോർഡിടാൻ ശ്രമിക്കുന്നത്. ഇതുവരെയുള്ള റെക്കോർഡ് 4.5 കിലോമീറ്റർ ആണ്. ന്യൂസ് 18 കോതമംഗലം. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.